Good morning all. Today in this class I am going to give a lecture on Poisson's ratio and some elastic constants in mechanics of solids. So കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ stress strain diagram നമ്മൾ already we know that how a stress strain diagram works. അല്ലേ? Stress strain എന്നുള്ള ഹുക്സ് ലോനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പത്തെ ലെക്ചേഴ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അല്ലേ? Relation between stress and strain. Now again a constitutive relationship between stress and strain. ഘടനാപരമായിട്ടുള്ള സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള ഒരു റിലേഷൻ അതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. So for that you need to know deep about this concept called Poisson's ratio. So എന്താണ് Poisson's ratio? You know that stress is directly proportional to strain. അതിന്റെ ഇടയിലുള്ള കോൺസ്റ്റന്റ് ആണ് എന്ത്? Stress equal to this is epsilon and E epsilon, where E is called as Young's modulus. അല്ലേ? ഇത്രയും കാര്യം നമുക്കറിയാം. Right? Now what do you mean by strain? Normal strain is given by epsilon is equal to change in length by original length. Alright? But change in length dl aanengil L is the original length. Okay, so dl by L aanu nammale normal strain kandupidikkanulla equation. So for that you have an object and the force is given, an axial force is given, direct stress ആണ് കൊടുക്കുന്നത് എഴുതുക. So what happens? ഇതിന് ഒരു deformation ഉണ്ടാവും. ഈ ഒരു ഒബ്ജക്റ്റ് it is of initial length is L, it happens at elongation. ഇത് വലിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? This is ഇങ്ങനെ ഇതിനൊരു deformation ഉണ്ടാകുന്നു. Okay, such that ഈ ലെങ്ത് ആണ് ആക്ച്വലി എന്ത് dl എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ if you analyze this thing, you came to know that ഒരു reduction in breadth as well as thickness has also been happened. ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ വലിക്കുമ്പോൾ ഇപ്പൊ ലെങ്ത് വൈസ് അത് കൂടുകയാണെങ്കിൽ ബ്രെഡ്ത്തും തിക്നെസ്സും കുറയണം. കാരണം the material is not enlarging. In elastic limit, what happens? In the breadth and thickness adine change varum. Alright? So there will be a change in dB. Alright? dB ആണ് അതിന്റെ breadthന്റെ change, dt ആണ് അതിന്റെ thicknessന്റെ change എന്ന് വിചാരിക്കാം. Okay, so then Poisson's ratio is given by mu is given by എന്താണ്? lateral strain by longitudinal strain എന്ന് പറഞ്ഞാൽ എന്താണ്? lateral ആയിട്ട് അതിന്റെ ചേഞ്ച്. അതായത് നമ്മളിപ്പോ ലെങ്ത് വൈസ് ആണ് ആക്സിസ്, ഇവിടെ ഇതാണ് അതിന്റെ ടോട്ടൽ ലെങ്ത് വൈസ് ഇതിന് എക്സ്റ്റൻഷൻ ഉണ്ടാവുന്നത്. എന്നാൽ ഇതാണ് ലെങ്ത് വൈസ് ആണ് longitudinal. So അതാണ് ലെങ്ത് വൈസ് ഉള്ളതിന്റെ ചേഞ്ച്. ലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അതർ സൈഡ് ബ്രെഡ്ത്ത് അല്ലെങ്കിൽ തിക്നെസ് വൈസ് ഉണ്ടാവുന്ന അതിന്റെ ചേഞ്ച്. ഓക്കെ, സോ ഇവിടെ lateral strain is nothing but change in breadth by original breadth or change in thickness by original thickness. ഇതിൽ ഏതുമാവാം. divided by longitudinal strain, length ഉണ്ടാവുന്ന strain എന്താണ്? dl by L. ഓക്കെ, അത് ചേഞ്ച് ചെയ്യാം. സോ നമ്മൾ ഒരു ആക്സിസില്, അതായത് ഇതിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇതിനുണ്ടാവുന്ന ചേഞ്ച് ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് dl by L. അതേസമയം ലോഞ്ചിറ്റ്യൂഡിനലി ഇതിന് ചേഞ്ച് വരുമ്പോൾ ഇവിടെ ബ്രെഡ്ത്തിലും ചേഞ്ച് വരുന്നു. അതിനെയാണ് ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ബ്രെഡ്ത്തോ തിക്നെസ്സോ അത് അതിന്റെ
ലെങ്ത് ബ്രെഡ്ത്തിന്റെ ആണ് കണ്ടുപിടിക്കുന്നത് അറിയാവുന്നതെങ്കിൽ db by b യും thickness ആണെങ്കിൽ dt by d യും. ആൻഡ് ഒരു കാര്യം കൂടി ഉണ്ട്. ഈ കേസിൽ എപ്സിലോൺ dl by l എന്ന് പറയുന്നത് നോർമൽ സ്ട്രെയിൻ, അതായത് ടുവേർഡ്സ് ദി ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇവിടെ അറിയേണ്ടത് എന്താണ്? ഇവിടെ ലെങ്ത് എന്ന് പറഞ്ഞ പാരാമീറ്റർ ഇസ് ഇൻക്രീസിംഗ് അല്ലെ, ഇവിടെ ഇൻക്രീസ് ചെയ്യണം. സോ ദിസ് ഷുഡ് ബി പോസിറ്റീവ് വാല്യൂ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് പോസിറ്റീവ് ആണ്. എന്നാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ലെങ്ത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഇസ് ഓൾവേസ് പോസിറ്റീവ്, ബട്ട് ലാറ്ററൽ സ്ട്രെയിൻ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇത് ചുരുക്കുകയാണ് അല്ലെ. സോ ദിസ് ഷുഡ് ബി നെഗറ്റീവ്. സോ ദിസ് ടേം ഷുഡ് ബി നെഗറ്റീവ്. Okay, so this is the equation for mu is equal to minus of dB by B divided by dl by L, or minus of dt by D by dl by L. Okay, this is the basic equation to find out the Poisson's ratio. Okay, നിങ്ങൾക്ക് പോയിസൺസ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്. അതിന്റെ കോൺസെപ്റ്റ് ആണ് കൂടുതൽ ക്ലിയർ ആവുന്നത്, കാരണം വിൽ ബി ഡീലിംഗ് വിത്ത് മോർ കോൺസെപ്റ്റ്സ് ഓൺ ദിസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ പോയിസൺസ് റേഷ്യോ ഇസ് നത്തിങ് ബട്ട് ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിന് നെഗറ്റീവ് ആയിരിക്കും ഡയറക്ഷൻ, കാരണം അവിടെ ഡയറക്ഷൻ എന്ന മാഗ്നിറ്റ്യൂഡ്. സോ കാരണം എന്താണ്? ഇവിടെ ലാറ്ററൽ സ്ട്രെയിൻ കുറയുകയാണ്, അതുകൊണ്ട്. ഓക്കെ, so hope this is clear. Then we will discuss on other factors. Okay, now we are going to discuss about constitutive relation between stress and strain. So എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്? ഘടനാപരമായിട്ടുള്ള സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള അതിന്റെ റിലേഷൻ എങ്ങനെയാണ്? and that too when how സ്ട്രെസ്സും സ്ട്രെയിനും എന്ന ഒരു ഒബ്ജക്റ്റില് വൺ ഡയമെൻഷണൽ ആക്സിസിലാണ് നമ്മുടെ ഫോഴ്സ് അല്ലെങ്കിൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നതെങ്കിൽ, അങ്ങനെ വരുമ്പോൾ ഈ സ്ട്രെസ്സിനും സ്ട്രെയിനും ഒരു ഇക്വേഷൻ ഉണ്ടാവും. 2 dimensional ആക്ട് ചെയ്യുന്നത് that will be different, 3 dimensional ആകുമ്പോൾ that will be different. So in accordance with the Poisson's ratio യുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് you will get 3 equations for 1 dimension, 2 dimension and 3 dimension. Actually this is very simple. നിങ്ങളുടെ കോൺസെപ്റ്റ് ക്ലിയർ ആവുകയാണെങ്കിൽ the equation is very simple. I will show you what it is. So for one-dimensional problems, you know that the one-dimensional object there is only one axial അല്ലെങ്കിൽ tensile ആയിട്ടുള്ള ലോഡ് കൊടുക്കുന്നു. അത് കാരണം ആ ഒരു സ്ട്രെസ് ആണ് ആ ഡയറക്ഷനിൽ ഉണ്ടാകുന്നത്, സിഗ്മ എന്ന് പറയുന്നത്. So for this case, you know that Hooke's law, stress by strain is a constant. അല്ലെങ്കിൽ ഇതിൽ you can know strain is equal to sigma by E. ഇത് normal strain. Normal strain is equal to sigma by E. So this is simple. Now, 2-dimensional case വരുമ്പോൾ എന്താണ്? You have say sigma 1 in this direction, sigma 1, and sigma 2 in this direction. Okay, sigma 2 ഇങ്ങനെ രണ്ട് stresses act ചെയ്യുന്നുണ്ട്. That means the stress is acting in 2 dimensions, x as well as y. എന്ന് പറയുന്നത് കൊടുക്കാം. Then sigma x, sigma y എന്ന് കൊടുത്താൽ no problem. Okay, so ഇങ്ങനത്തെ കേസിൽ you will be having some, കാരണം sigma 1 കാരണം ഇതിന്റെ ലെങ്ത് കൂടുന്നു. കറക്റ്റ്? sigma 1 അതായത് ഇവിടെ ഈ ഫോഴ്സ് എടുത്ത് വലിക്കുമ്പോൾ അവിടെ സ്ട്രെസ് ഉണ്ടാവുമ്പോൾ അതാണ് sigma 1. അത് കാരണം ഇവിടെ ലെങ്ത്തിന് എക്സ്റ്റൻഷൻ ഉണ്ടാവുന്നു. സോ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഡ്യൂ ടു sigma 1 എന്ന് പറയുന്നത് എത്രയാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഡ്യൂ ടു sigma 1 എത്രയാണ്? sigma 1 കാരണം ഉണ്ടാകുന്നത് എത്രയാണ്? dl by l എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ? sigma by E. അതിന്റെ sigma എത്രയാണ്? sigma 1 by E. E is constant, so it is sigma 1 by E ആണ്. Okay, അപ്പോൾ ലെങ്ത്തിന് ഉണ്ടാവുന്ന ഡിഫറൻസ് is
dl by l എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അതിനേക്കാൾ നല്ല നമുക്ക് dl by l എന്ന് പറയാൻ എന്താണ് സിഗ്മ ബൈ ഇ എന്ന് പറയുന്നത്. അതിനെ ഞാൻ ഇവിടെ സിഗ്മ 1 ഉണ്ടാവുന്നതാണ്, അത് സിഗ്മ 1 ബൈ ഇ. ഇനി നെക്സ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, lateral strain due to sigma 1. അതായത് ഇവിടെ സിഗ്മ 1 ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഇതിന്റെ ഡയമെൻഷൻസ് ചുരുങ്ങും അല്ല. ഇവിടെ dB by b എന്ന് പറയുന്നത് മൈനസ് dB by b ആണ് അവിടെ അതിന്റെ lateral strain എന്ന് പറയുന്നത്. സോ മൈനസ് dB by b എന്ന് നമുക്ക് എങ്ങനെ dB by b by dl by l എന്ന് പറയുന്നത് എന്താണ്? പോയിസൺസ് റേഷ്യോ അല്ലെ? ഇതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. ഈ dl by l ന് പകരം ഞാൻ എന്ത് ചെയ്തു? dl by l ന് പകരം എന്താണ്? dl by l is nothing but strain, normal strain ആണ് അല്ലെ? നോർമൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ this one സിഗ്മ ബൈ e. അപ്പൊ എനിക്ക് മൈനസ് dB by b എന്ന് പറഞ്ഞാൽ എന്താണ്? mu into normal strain due to sigma 1 അല്ലേ? ക്ലിയർ? സിഗ്മ 2 റൈറ്റ്? സിഗ്മ 2 കാരണം ഇവിടെ എന്താ വരുന്നത്? സിഗ്മ 2 ന്റെ ആക്സിസ് ആണത്. സോ due to sigma 1 will be minus mu into sigma 2 by e. Sigma 2 by e. Okay? Right. So total strain എന്ന് പറയുന്നത് total strain due to sigma 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് രണ്ടിനെ പ്ലസ് ചെയ്യാം. sigma 1 by e minus mu sigma 2 by e. This is the total strain. So രണ്ട് ആക്സിസിൽ ഫോഴ്സസ് വരുമ്പോൾ അതുണ്ടാകുന്ന രണ്ട് ആക്സിസിൽ അതിന് സ്ട്രെസ്സസ് ഉണ്ടാവും. അപ്പോൾ സിഗ്മ 1 കാരണം ഉണ്ടാകുന്ന ടോട്ടൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് സിഗ്മ 1 ന്റെ ഡയറക്ഷനിൽ അത് പോസിറ്റീവും സിഗ്മ 2 ന്റെ ഡയറക്ഷനിൽ അവിടെ കുറയണം. ഇവിടെ പോസിറ്റീവ് ആവാൻ എന്താ? ഇവിടെ നോർമൽ ആയിട്ടുള്ള സ്ട്രെയിൻ ആണ്. ഇവിടെ നെഗറ്റീവ് ആവാൻ എന്താ? ഇവിടെ കുറയാണ്. ഈ സിഗ്മ 2 ന്റെ പാർട്ട് കുറയാണ്. ഓക്കെ, മൈനസ് 2 സിഗ്മ 2 ബൈ 2. സിമിലർലി എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഡ്യൂ ടു സിഗ്മ 2 എന്ന് പറയുന്നത് എന്താണ്? ഡ്യൂ ടു സിഗ്മ 2 ഇസ് ഇവിടെ സിഗ്മ 1 ബൈ ഇ അല്ലേ? അപ്പൊ ഇവിടെ സിഗ്മ 2 ന് ഇതിനെ പ്രഷറൈസ് ചെയ്യുന്നത് എന്താ പറയുന്നത്? ഇവിടെയാണ് കൂടുന്നത് അല്ലെ? അപ്പൊ അവിടെ എന്ത് പറഞ്ഞു? സിഗ്മ 2 ബൈ ഇ. Okay, sigma 2 by e and lateral strain due to sigma 2 ഇത് പറയുന്നത് minus mu sigma 1 by e. So total strain ഉണ്ടാവും. Total strain is sigma 2 by e minus mu sigma 1 by e. Okay, so ഇത് രണ്ടും അനലൈസ് ചെയ്താൽ മതി. അതായത് സിഗ്മ 1 കാരണം ഉണ്ടാകുന്നത് ഇനീഷ്യലി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നോർമൽ സ്ട്രെയിൻ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ സിഗ്മ 1 ബൈ ഇ മൈനസ് mu is Poisson's ratio. സിഗ്മ 2 ന്റെ പാർട്ട് എന്താ ഉണ്ടാവുന്നത്? ചുരുങ്ങുകയാണ് സിഗ്മ 2 ബൈ ഇ. ഓക്കെ, ടോട്ടൽ സ്ട്രെയിൻ സിഗ്മ 2 കാരണം ഉണ്ടാകുന്ന ടോട്ടൽ സ്ട്രെയിൻ എന്താണ്? സിഗ്മ 2 ലാണ് ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് അത് പോസിറ്റീവായി മൈനസ് mu ഓഫ് സിഗ്മ 1. സിഗ്മ 1 ന്റെ പാർട്ട് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദി ടോട്ടൽ സ്ട്രെയിൻ ഫോർ എ 2-dimensional structure. ഓക്കെ, സോ ടോട്ടലി നമുക്ക് എഴുതാം എപ്സിലോൺ 1 എന്ന് പറയുന്നത്, അതായത് ഇതിൽ ഉണ്ടാകുന്ന epsilon 1 strain in this direction, total strain എന്ന് പറയുന്നത് is nothing but sigma 1 by e minus
2 by E, and epsilon 2 is sigma 2 by E minus mu sigma 1 by E. Okay, this is the equation for finding normal strain in 2 dimension. Okay, not normal strain, total strain. Okay, in either the 3 dimensional you itself can write this. If this is in 3 dimension, കൂടുതൽ explanation ആവശ്യമില്ല. 3 dimensional ആവുമ്പോൾ എന്ത് ചെയ്താൽ മതി? If the question is for 3 dimensional, epsilon 1 എന്ന് പറയുന്നത് total strain in direction 1 എന്ന് പറയുന്നത് അപ്പോൾ 1 directionൽ sigma 1 by E പ്ലസ് ആയിട്ട് വരും. ആ ഡയറക്ഷനിൽ മാത്രമേ, അതായത് ഇവിടെ നമ്മൾ എന്താ 3 ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഒബ്ജക്റ്റില് ഇതാണ് സിഗ്മ 1, ഇത് സിഗ്മ 2, ഇത് സിഗ്മ 3. അപ്പൊ സിഗ്മ 1 ഇവിടെ വലുതാകുമ്പോൾ ബാക്കി സിഗ്മ 2 സിഗ്മ 3 എന്താ ഉണ്ടാവുക? ഇത് ചുരുങ്ങും അല്ലെ? സോ അവിടെ ആ രണ്ട് സൈഡിലും എന്താണ്? റിഡക്ഷൻ ആണ്. സോ രണ്ടും മൈനസ് mu sigma 2 by E minus mu sigma 3 by E. This is epsilon 1, and epsilon 2 is nothing but sigma 2 another. So sigma 2 by E minus mu sigma 1 by E minus mu sigma 3 by E. In another epsilon 3 is nothing but sigma 3 by E minus mu sigma 1 by E minus mu sigma 2 by E. So this is the total strain for finding in a 3-dimensional space. Okay, so ഇത് മൂന്നുമാണ് 1 dimensional, 2 dimensional, 3 dimensional. Formulas are very important. The only thing is we need to find the concept. Concept എന്താണെന്ന് മനസ്സിലാക്കുക. ഏത് ഡയറക്ഷനിലാണോ അത് പോസിറ്റീവ്, മറ്റേ ഡയറക്ഷനിലുള്ളത് നെഗറ്റീവ്. ഓക്കെ, ദിസ് ഇസ് ഹൗ ഇറ്റ് കെയിം. ഓക്കെ, സോ ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സ് ആൻഡ് ഹൗ ദേ ആർ റിലേറ്റഡ് എന്നുള്ളത് അടുത്ത ലെക്ചറിലായിരിക്കും. ബട്ട് എന്തൊക്കെയാണ് ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്? സോ അതിനുവേണ്ടി നമ്മൾ ഒന്നുകൂടി ബ്രഷ് അപ്പ് ചെയ്യണം നമ്മുടെ പ്രീവിയസ് കോൺസെപ്റ്റിലേക്ക്. ഹുക്സ് ലോ പ്രകാരം എന്താണ്? ഇൻ ഇലാസ്റ്റിക് ലിമിറ്റ് stress is directly proportional to strain. That means stress by strain is a constant. A constant ആണ് നമ്മുടെ ആദ്യത്തെ ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്, which is called as Young's modulus. Stress by strain is E. This is called as Young's modulus or elastic modulus. Okay, now അടുത്ത നമ്മളൊന്ന് പഠിച്ചതാണ് പോയിസൺസ് റേഷ്യോ എന്ന് പറയുന്നത്. എന്താണ്? ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ അല്ലേ? ഫൈൻ. ഇനി ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് E is equal to normal stress by normal strain അല്ലേ? So what will be shear modulus അല്ലെങ്കിൽ shear stress by shear strain എന്ന് പറഞ്ഞാൽ shear stress is represented by shear stress നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? tau. shear strain എന്ന് പറയുന്നത് shear strain is represented by phi. Then tau by phi is a constant. സെയിം ഹുക്സ് ലോ ആണ് ഇവിടെ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ അതായത് നോർമൽ സ്ട്രെസ് ബൈ നോർമൽ സ്ട്രെയിൻ is a constant എന്ന് പറയുന്നത് പോലെ tau by phi is a constant, and that constant is called as tau by phi. Shear stress by shear strain is equal to G. ചിലയിടത്ത് C എന്ന് കാണാം. Both are same, and this is called as rigidity modulus. Or shear modulus. Okay, fine. Now, very important ഒരു തിയറി എന്ന് പറയുന്നത്, I mean
that is called as bulk modulus. Bulk modulus. So before telling about bulk modulus, where term ne kurichu enakku parayam. എന്താണ് വോളിമെട്രിക് സ്ട്രെയിൻ? വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അതായത് ഒരു വോളിയത്തിൽ ഉണ്ടാവുന്ന ഒരു വോളിയം, ഒരു 3D ഇമേജിൽ വെച്ചൊക്കെ നോക്കുമ്പോൾ വോളിയമിന്റെ ബേസിൽ എനിക്ക് എങ്ങനെ അതിന്റെ സ്ട്രെയിനെ കണ്ടുപിടിക്കാം? ഇറ്റ്സ് നത്തിങ് ബട്ട് ചേഞ്ചിങ് വോളിയം by original volume. Okay, by original volume. Okay, and this is given as dV by d. Okay, with this in standard ആക്കി വെച്ചിട്ട് എനിക്ക് bulk modulus എന്ന് പറയുന്നത്. So bulk modulus is nothing but bulk modulus is represented by K and is given by normal or direct stress, direct or normal stress by d change in volume. That is volumetric strain by volumetric strain. So by volumetric strain. One second. Volumetric strain. So this is given as K is equal to direct and normal stress ne hum engane represent cheyam sigma by dV by d. So this is called as volumetric strain. So ഇത്രയും equations ആണ് നമുക്ക് നമ്മുടെ ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സിന്റെ ഇക്വേഷൻസ്. ഏതൊക്കെയാണ് ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സ് എന്ന് പറയുന്നത്? E, G and K. So ഈ മൂന്ന് E, G, K are the elastic constants. This is called elastic modulus. This is called rigidity modulus and shear modulus, and this is known as bulk modulus. Okay, so ഇത് മൂന്നും തമ്മിലുള്ള relation with the help of Poisson's ratio. ഇതാണ് നമ്മൾ അടുത്ത ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ്. So the relation between E, G, K and mu. This is what we are going to discuss in our next lectures. Okay, I hope you understood the concept. എന്തൊക്കെയാണ് ഇലാസ്റ്റിക് മോഡുലസ് എന്താണ്, എച്ച് മോഡുലസ് എന്താണ്, റിജിഡിറ്റി അല്ലെങ്കിൽ ഷിയർ മോഡുലസ് എന്താണ്, ബൾക്ക് മോഡുലസ് എന്താണ് എന്നുള്ള ഈ ഫാക്ടേഴ്സ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.